ഹലോ, JT വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾ കൂടി വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ഒക്കെ അല്ലേ, അപ്പം ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിന്ന് ബീഫ് ആൻഡ് നെയ്ച്ചോറാണ് ഇന്നത്തെ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ. എല്ലാവരും ഓണം എല്ലാം അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അവനവൻ്റെ വീടുകളിൽ മക്കളെയൊക്കെ കൂട്ടി വീടുകളിലൊക്കെ പോയില്ലേ. അപ്പം ഞങ്ങളും ചെറിയൊരു യാത്രയൊക്കെ നടത്തി ഞങ്ങളും തിരിച്ചു വന്നു. അങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പം ഞങ്ങൾ കുറച്ച് ബീഫൊക്കെ മേടിച്ച് ചെറിയ രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ബീഫിനാവശ്യമായ ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, സവോള, വെളുത്തുള്ളി എല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സെറ്റ് ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ചെറിയുള്ളി എല്ലാം അരിഞ്ഞ് പച്ചമുളക് എല്ലാം അരിഞ്ഞ് ഞാൻ കുക്കറിലോട്ട് ചേർത്തിട്ടുണ്ട്. എല്ലാം തന്നെ ബീഫും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ പ്ലേറ്റിലോട്ട് കുറേശ്ശെ എല്ലാത്തിൻ്റെ എടുത്ത് വെച്ച് കാണിക്കുന്ന കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, നമുക്കറിയാം. പക്ഷെ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന നാടൻ രീതിയിലുള്ള ഒരു ബീഫ് കറിയാണ്. നമ്മുടെ കാരണവന്മാർ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുകയല്ലേ. പണ്ടൊക്കെ നല്ല ബീഫ് നമ്മൾ എണ്ണയൊക്കെ അധികം ചേർക്കാണ്ട് പിന്നെ ലാസ്റ്റ് ഒരു കടുക് പൊട്ടിച്ച് ഒരു ഒഴിക്കലൊക്കെ അല്ലേ നമ്മുടെ കാരണവന്മാർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ടൊക്കെ ആയിട്ട് നമുക്ക് വലിയ രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ വലിയ എണ്ണയ്ക്കകത്തിട്ട് വഴത്തി പിറക്കി സവോള തക്കാളി എല്ലാം വഴറ്റാതെയുള്ളൊരു പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു നമുക്ക് വെറൈറ്റി ആയിട്ട് പഴയ രീതിയിലോട്ട് പോകാമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നമ്മുടെ മസാലപ്പൊടി കടയിൽ നിന്ന് മേടിക്കുന്ന റെഡിമെയ്ഡ് മസാലപ്പൊടി ചേർക്കുന്നില്ല. അല്ലാതെ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് നമ്മൾ ചേർക്കുന്നത്. അത് തക്കോലം, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ചേർത്താണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത്. പെരുംജീരകം. അപ്പം ഇതിനാവശ്യമായ ചീഞ്ചട്ടിയിലൂടെ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണ ഒഴിക്കാതെ തന്നെ ചൂടാക്കിയെടുക്കാം. ഇതിനൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരു സ്പെഷ്യലൊക്കെ ആയിട്ട് നമ്മൾ വെറൈറ്റി നമ്മൾ ചെയ്യില്ലേ, എങ്ങനെയാണെന്ന് വെച്ചാൽ എണ്ണയൊക്കെ ഒഴിച്ച് മുളകൊക്കെ മൂപ്പിച്ച്. പക്ഷെ അങ്ങനെയല്ല, അല്ലാതെ തന്നെ ഓട്ടിയാട്ടിയിലിട്ട് പിന്നെ എണ്ണ ഒഴിക്കാതെ നമ്മൾ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ കറിക്ക്. അപ്പം എല്ലാവർക്കും അധികം എണ്ണ, കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് അധികം എണ്ണ വേണ്ടാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എണ്ണയൊക്കെ ഉപയോഗിക്കാതെ നമ്മൾ അധികം കുറച്ച് എണ്ണ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു കറിയാണിത്. നല്ല ബീഫ് കറി കേട്ടോ, ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ നമ്മൾ കരിച്ചെടുക്കാതെ കരിയാണ്ട് ചെറിയ തീയിൽ നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചൂടാക്കി എടുക്കണം. അപ്പം നല്ലൊരു പച്ച കളറൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ തന്നെ നല്ല ഈ ഇത്രയും പൊടിയെല്ലാം കൂടി വറുത്തപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ പൊടി മൂത്തു. അപ്പം നമുക്കിത് കുക്കറിലോട്ട് ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം. ബീഫിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ ഇച്ചിരി ഉപ്പുനീര് ഒഴിക്കണം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഒരുപാടൊന്നും ഉപ്പ് നമ്മൾ പ്രഷറൊക്കെ ഉള്ളവർക്ക് അധികം ഉപ്പ് പറ്റിയല്ലോ. അപ്പം കുറച്ച് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. പിന്നെ ഈ ബീഫിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, ഒരുപാട് ഒഴിച്ചിട്ടില്ല. എന്നിട്ടൊരു 3 വിസിൽ അടിക്കട്ടെ അവിടെ ഇരുന്ന്. അപ്പോഴത്തേക്കും നമുക്ക് ബീഫിനിടാനുള്ള കുറച്ച് തേങ്ങ കൊത്തി എടുത്തത്. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഇച്ചിരി കടുകും ഇച്ചിരി ഉലുവയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ബീഫ് കറിക്ക് ഉലുവയൊക്കെ ചേർക്കും കേട്ടോ, ശകലം ഒരു ടേസ്റ്റൊക്കെ പ്രത്യേകം വരും. അപ്പം
അപ്പം അതിലോട്ട് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചിട്ട് അതിലോട്ട് തേങ്ങ ഇട്ട് വറുത്തിട്ടുണ്ട്. ആ തേങ്ങ മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി അങ്ങ് എടുക്കും. അപ്പം ആ തേങ്ങ ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പം നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമ്മൾ ബീഫിലോട്ട് ഇട്ട് കൊടുത്ത് അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കാം. ഓൾറെഡി നമ്മുടെ ബീഫ് വെന്തിരിക്കുകയാണല്ലോ. വെന്ത് നമ്മൾ മാറ്റി വെച്ച് അതിലോട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പം കുറച്ച് ഈ തേങ്ങ ഇട്ടതിൻ്റെ പുറകെ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിനകത്ത് തക്കാളി ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇപ്പം നമുക്ക് പിറ്റേ ദിവസം കൂടെ കൂട്ടണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതെ കൂട്ടാനൊക്കെ നല്ലതാണ് തക്കാളി ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ. തക്കാളി ഇല്ലാത്തൊരു കറിയായത് കേട്ടോ. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ കറി തിളച്ച് കാണുമ്പോൾ തന്നെ അറിയത്തില്ല. നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് ഇച്ചിരി ചാറോട് കൂടിയാണ്. നമുക്ക് നെയ്ച്ചോറിന് ഇച്ചിരി ചാറൊക്കെ വേണമല്ലോ കഴിക്കണമെങ്കിൽ. അപ്പം നല്ല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ മുകളിൽ വേണ്ടവർക്ക് ഒഴിക്കാം. പക്ഷേ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കടുക് പൊട്ടിക്കാൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ശകലം എണ്ണ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. അത് ഓൾറെഡി ഞാൻ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഉള്ളി വഴറ്റുവാണ്. ഉള്ളി വറുത്ത് കോരണം. ഞാനൊരു അധികം എണ്ണ ഒഴിക്കാതെ തന്നെ ഇളക്കി മൂപ്പിച്ചെടുക്കുവാണ്. അപ്പം ഈ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ഗ്രേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് ഞാൻ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഉള്ളിക്കകത്തോട്ട് ക്യാരറ്റൊക്കെ അതിൻ്റെ മുകളിലിടുമ്പോൾ നല്ല ഭംഗിയല്ലേ, നല്ല ഡെക്കറേഷനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ക്യാരറ്റല്ല നമുക്ക് കുഴപ്പമില്ല, നന്നായിട്ട് ചേർത്താലും പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്ത് വന്നപ്പോൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. അതായത് ഉള്ളിയും മല്ലിച്ചപ്പും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഡെക്കറേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു എല്ലായിടത്തും നല്ല കളറായില്ലേ. അപ്പം നമ്മളുടെ നെയ്ച്ചോറും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒന്ന് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണേ. എന്തെന്ന് ചോദിച്ചാൽ നമുക്കധികം വ്യൂസ് ഒന്നും ആയിട്ടില്ല, സബ്സ്ക്രൈബും ആയിട്ടില്ല. അപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറഞ്ഞതുപോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വീണ്ടും മറ്റൊരു